ഡിസംബർ മാസം അവസാനിച്ചതോടുകൂടി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി അവസാനിക്കുകയും അതിനോടൊപ്പം ഞാൻ ജയിലിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ജയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ എനിക്ക് പിടികിട്ടി. ആ സമയത്താണ് എനിക്ക് വെല്ലൂരിൽ ഉള്ള ഞങ്ങളുടെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സ്ഥാപനം, ഇന്നതിൻ്റെ പേര് ആപ്ക എന്നാണ്, അക്കാഡമി എന്നുള്ള രീതിയിലേക്ക് അത് മാറി. ആ സ്ഥാപനത്തിൽ ഒരു 6 മാസത്തെ പരിശീലനത്തിന് എന്നെ നിയോഗിക്കുന്ന ഉത്തരവ് വന്നു. ഞാൻ ജനുവരി മാസത്തിൽ അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് താൽക്കാലികമായിട്ടൊരു 6 മാസത്തെ വിട പറഞ്ഞ് ഈ വെല്ലൂരിലുള്ള എൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവുകയും അവിടുത്തെ ഒരു 6 മാസത്തെ ട്രെയിനിങ്ങിൽ ചേരുകയും ചെയ്തു. സെൻട്രൽ ജയിലിൽ ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഞാൻ കണ്ട പ്രായോഗികമായിട്ടുള്ള കുറേ വിവരങ്ങളും കുറേ കാര്യങ്ങളും അടങ്ങിയ ഒരു സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ അറിയുന്നത്. പക്ഷേ ഞാൻ ആപ്കയിൽ എൻ്റെ ട്രെയിനിങ്ങിലേക്ക് ചേരുമ്പോഴാണ് ഇതിൻ്റെ പിന്നിലൊരു വലിയ സയൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു തടവുകാരനെ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജോലിയാണ് ഞാൻ ചെയ്യേണ്ടതെന്നും ഇത് 10,000-2000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ വ്യത്യസ്തമായിട്ടുള്ള മതങ്ങൾ, പ്രധാനമായിട്ട് ക്രിസ്ത്യാനിറ്റി പറഞ്ഞിട്ടുള്ള ഒരു പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വകുപ്പ് പ്രവർത്തിക്കുന്നതെന്നൊക്കെയുള്ളൊരു ഉൾക്കാഴ്ച എനിക്ക് ലഭിക്കുന്നത് ഈ ട്രെയിനിങ്ങിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള സോഷ്യോളജിക്കലായിട്ടുള്ള അതിൻ്റെ പ്രാധാന്യം, അതുകൂടാതെ ക്രിമിനോളജി എന്ന് പറയുന്ന അതിൻ്റെ പ്രാധാന്യം, സൈക്കോളജിക്ക് ഈ ജോലിയിലുള്ള ഇമ്പോർട്ടൻസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അതിനോടൊപ്പം പീനൽ കോഡുകൾ, അതുപോലെ തന്നെ പ്രൊസീജിയർ കോഡുകൾ, നിയമങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ജയിൽ പ്രവർത്തനത്തിൻ്റെ പാഠങ്ങൾ, ഓരോ ജയിലുകളിലും അല്ലെങ്കിൽ ജയിൽ വകുപ്പുകൾ നിർവഹിക്കുന്ന നല്ല മാതൃകകൾ, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ ഉള്ളൊരു അവസരമായിട്ട് എൻ്റെ ഈ പരിശീലന കാലം തീരുകയും ഈ കാലത്തിനിടയ്ക്ക് ഇന്ത്യയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട ജയിൽ സ്ഥാപനങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്തു. ഞാൻ 6 മാസത്തെ പരിശീലനം കഴിഞ്ഞ് 93 ആണ് 93 വർഷത്തിൻ്റെ മധ്യത്തോടു കൂടിയാണ് ഞാൻ തിരിച്ച് സെൻട്രൽ ജയിലിൽ തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നത്. ആ സെക്ഷനിൽ തന്നെ, അത് ഞാൻ ഏത് സെക്ഷനിൽ നിന്നാണോ റിലീവ് ചെയ്യപ്പെട്ടത് അതേ സെക്ഷനിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കുകയാണ്. ആ സെക്ഷനിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എത്തിക്കഴിഞ്ഞപ്പോൾ ശ്രീധരൻ സാർ അവിടെ ഇല്ല, മറിച്ച് ആ സെക്ഷൻ്റെ പൂർണ്ണ ചുമതല എനിക്ക് ലഭ്യമാകുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഒരുപാട് അന്തേവാസികളുമായിട്ട് ഇടപഴകാൻ വേണ്ടി സാധിക്കുന്ന ജയിലിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻ ഈ റെമിഷൻ എന്ന് പറയുന്ന സെക്ഷനാണ്. എല്ലാ തടവുകാരും അവിടെ വരും, എല്ലാ തടവുകാരുടെയും എല്ലാ വിഷയങ്ങളും അവിടെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കഥകൾക്ക് യാതൊരു ക്ഷാമവുമില്ല, കഥകളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൽ ഒരു പ്രധാനപ്പെട്ട കഥ ഈ ഏറ്റവും അവസാനമായിട്ട് നടന്ന 2 വധശിക്ഷാ നടത്തിപ്പിൻ്റെ കഥകളാണ്. കാരണം ഈ 2 വധശിക്ഷകളും നടപ്പിലാക്കിയത് കണ്ണൂരിലെ അന്നത്തെ സെൻട്രൽ ജയിൽ സൂപ്രണ്ടായിരുന്ന NP കരുണാകരൻ സാറിൻ്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള 2 സംഭവങ്ങൾ ഈ 2 വധശിക്ഷകളുടെ നടത്തിപ്പാണ്. ആ വധശിക്ഷകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ജയിലിനുള്ളിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള സൂക്ഷ്മമായിട്ടും വളരെ കൃത്യമായിട്ട് നടന്നിട്ടുള്ള ആ പ്രൊസീജിയറുകൾ ഓരോന്നും ജയിലിനുള്ളിൽ കഥകളായിട്ട് അങ്ങനെ വ്യാപിക്കുന്നുണ്ടായിരുന്നു. ഓരോ തടവുകാരൻ്റെയും, ഈ വാഗേരി ബാലകൃഷ്ണൻ അതുപോലെ റിപ്പർ ചന്ദ്രൻ എന്നിവരുടെ പ്രത്യേകതകൾ, അവർ എങ്ങനെയാണ് ഈ വധശിക്ഷയെ അഭിമുഖീകരിച്ചത്, വ്യത്യസ്തമായിട്ടുള്ള ഈ 2 സംഭവങ്ങളിലും പങ്കെടുത്ത ജീവനക്കാരുടെ അനുഭവങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഓരോന്നും നമുക്ക് മനസ്സിനുള്ളിലേക്ക് തട്ടത്തക്ക രീതിയിലുള്ള കഥകളായിട്ട് ഇങ്ങനെ കേൾക്കുകയാണ് ഞാൻ. അതിനുള്ളൊരു അവസരമുണ്ടാകുന്നതിനോടൊപ്പം ഈ തൂക്കിക്കൊല പ്രധാന വിഷയമായിട്ടുള്ള സതയം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ് ജയിലിനുള്ളിൽ നടന്നു എന്നുള്ളതും ആ സമയത്ത് ഒരു വലിയ പ്രത്യേകതയുള്ള ഒരു ചരിത്രമായിട്ട് എൻ്റെ ഉള്ളിലൂടെ കടന്നുപോയൊരു കാര്യമുണ്ട്. ആ സതയത്തിൻ്റെ കാര്യത്തിൽ കുറേ സമയം ഇതിൻ്റെ തിരക്കഥാകൃത്തായിട്ടുള്ള മഹത്തായിട്ടുള്ള സാഹിത്യ നായകൻ MD വാസുദേവൻ നായർ സാറ് ജയിലിലെ ഒരു ക്വാർട്ടേഴ്സിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജയിൽ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളിൽ നിന്ന് അദ്ദേഹം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ആ കഥകളൊക്കെ എന്നോട് പറഞ്ഞത് അവിടുത്തെ ഒരു നഴ്സിംഗ് അസിസ്റ്റൻ്റായിരുന്ന ഒരു ആളുണ്ട്. ആ സിനിമയിൽ ചില രംഗങ്ങളിൽ ഡോക്ടറുടെ സഹായിയായിട്ട് നിൽക്കുന്ന ഒരാൾ ആയിട്ട് അയാൾ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കുറേ വിവരങ്ങൾ ചേർത്തിട്ടാണ് വളരെ അധികം റിയലിസ്റ്റിക്കായിട്ട് ആ തിരക്കഥയിൽ തിരുത്തലുകൾ വരുത്താൻ എം ഡിക്ക് സാധിച്ചത്. ഒരു തൂക്ക് പ്രതിയുടെ മാനസികാവസ്ഥ, തൂക്ക് പ്രതിയുടെ ജയിൽ റുട്ടീൻ, ജയിലിനുള്ളിലെ പൊതുവായിട്ടുള്ള നടപടിക്രമങ്ങൾ, അവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതിൻ്റെ രീതികൾ, ഒരു തൂക്കിക്കൊല ജയിലിനുള്ളിൽ എങ്ങനെയാണ് തടവുകാരെയും ഉദ്യോഗസ്ഥരെയും എങ്ങനെയാണ് ബാധിക്കുന്നത്, എങ്ങനെയാണ് മനസ്സുകൊണ്ട് അതിന് തയ്യാറെടുക്കുന്നത്, അതിനകത്ത് എല്ലാ ആൾക്കാരും അതിനകത്ത് പശ്ചാത്താപത്തോടു കൂടിയും ഒരു ജീവനെടുക്കുന്നതിൻ്റെ ഒരു വേദന എല്ലാവരും അനുഭവിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, പ്രകൃതി പോലും എങ്ങനെയാണ് ഘനീഭവിക്കുന്നത് എന്നൊക്കെ വിശദമായിട്ട് ആ തിരക്കഥയുടെ മർമ്മത്തിൽ അത് കൃത്യമായിട്ട് ചേർത്ത് വെക്കാൻ സാധിച്ച ഒരവസ്ഥയുണ്ടായത് ജയിലിലെ ഉദ്യോഗസ്ഥരുമായിട്ട് ആ മഹാനായിട്ടുള്ള തിരക്കഥാകൃത്ത് നടത്തിയ ഒരു ഇൻട്രാക്ഷനിലൂടെയാണ് എന്ന് ഉള്ള കഥകളും എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ഈ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോഴാണ്. അപ്പോൾ ഈ സമയത്താണ് ജയിലിൻ്റെ ഒരു 125-ാം വാർഷികം ആഘോഷിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതും അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നതും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആ പ്രദേശത്ത് ജീവിച്ചിരുന്ന ജയിലിനുള്ളിൽ കഴിഞ്ഞ കുറേ സ്വാതന്ത്ര്യ സമര പോരാളികളെയും അല്ലാതെ ജയിലിൽ കൂടുതൽ കാലം കഴിഞ്ഞിട്ടുള്ള ചില വ്യക്തിത്വങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള അവസരം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് അവരുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അവരെല്ലാം പറഞ്ഞിരുന്നത് ജയിലിനുള്ളിലെ ഭീകരമായിട്ടുള്ള മർദ്ദനത്തിൻ്റെ കഥകളാണ്. അതിനോടൊപ്പം അത് അവരിൽ ഇപ്പോഴും ശരീരത്തിൽ അവശേഷിപ്പിച്ചിരിക്കുന്ന ചില ക്ഷീണ അവസ്ഥയും രോഗാവസ്ഥയെക്കുറിച്ചൊക്കെ അവർ വളരെയധികം സംസാരിച്ചു വികാരപൂർവ്വം. അതിനോടൊപ്പം ജയിൽ ഭക്ഷണം, ചികിത്സ എന്നിവയുടെ ദയനീയമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് അവർ പറഞ്ഞു. സുബ്രഹ്മണ്യ ഷേണായി എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനി എൻ്റെ അടുക്കൽ പറഞ്ഞൊരു കഥ, ജയിലിനുള്ളിൽ നിന്ന് കഞ്ഞി ലഭിക്കും, കഞ്ഞിയാണ് അന്ന് ഭക്ഷണമായിട്ട് കിട്ടുക. ആ കഞ്ഞിക്കുള്ളിൽ കറുത്ത തലയുള്ള പുഴുക്കൾ വെന്ത് ചേർന്ന് കിടക്കുമായിരുന്നു എന്നുള്ളൊരു കഥ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് ഇങ്ങനെ കുടിക്കുമ്പോൾ അത് ഒരു വെജിറ്റേറിയൻ ഭക്ഷണം പോലും ആയിരുന്നില്ല അന്ന് ലഭിക്കുന്നത് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ആ ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന അഴിമതി, അതുപോലെ തന്നെ ജയിലിനുള്ളിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള നോട്ടക്കുറവ്, വീഴ്ച, അച്ചടക്കത്തിൻ്റെ കർശനാവസ്ഥ, ഇതൊക്കെ അവർ പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു 35-40 വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ കഥകളൊക്കെ നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നുന്ന സാഹചര്യമുണ്ടായി. അന്നും ഒരുപാട് സാഹിത്യ നായകന്മാരെയും നമ്മളെ സമയത്ത് പോയി കാണുകയൊക്കെ ചെയ്തിരുന്നു ജയിലിനുള്ളിലെ കാര്യങ്ങളിൽ സഹകരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അന്ന് പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഉൾപ്പെടെയുള്ള ഒരുപാട് സാഹിത്യകാരന്മാർ ജയിലിനെക്കുറിച്ച് എഴുതുകയും എഴുതാത്തതുമായിട്ടുള്ള ആൾക്കാർ വടകരയും കോഴിക്കോടും കണ്ണൂരും ഒക്കെ ഉള്ളവരെയൊക്കെ കണ്ടിരുന്നു. അന്ന് പ്രത്യേകമായിട്ട് ഓർക്കുന്നൊരു കാര്യം, അന്ന് മഞ്ജു വാര്യർ അവർ കലാതിലകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്കൂൾ കലോത്സവത്തിൽ കലാതിലകമായിട്ട് അംഗീകരിക്കപ്പെട്ടതിന് ശേഷമാണ് അവർ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരിക്കുന്ന മഞ്ജു വാര്യരെ ഈ പരിപാടി ജയിലിനുള്ളിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി പോയി ക്ഷണിക്കുകയും അവരുടെ മാതാപിതാക്കളോട് അതിനെക്കുറിച്ച് സംസാരിച്ച് സമ്മതം വാങ്ങുകയും ചെയ്ത ഒരു കാര്യവും എനിക്ക് ഓർക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ആ പരിപാടി നമുക്ക് പൂർത്തീകരിക്കാനോ നടപ്പാക്കാനോ സാധിച്ചില്ല. അതിനിടയാക്കിയത് ജയിലിൽ നടന്ന ഒരു ജയിൽ ചാട്ടം മൂലമാണ്. ആ ജയിൽ ചാട്ടത്തെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സന്ധ്യയോടുകൂടിയാണ്. ആ ജയിൽ ചാട്ടം നടന്ന ദിവസം രാവിലെ മുതൽ ജയിൽ വളരെ സാധാരണ രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ വൈകിട്ട് ലോക്കപ്പിന് എണ്ണമെടുക്കുമ്പോൾ ഒരു പ്രതിയുടെ കുറവ് കണ്ടു. ആ പ്രതിയുടെ കുറവിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഈ ജയിൽ ചാട്ടം നടന്നത് രാവിലെ അൺലോക്കിന് ശേഷമാണ് എന്നുള്ള കാര്യം നമ്മൾക്ക് ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുന്നു. ഇത് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയായിട്ട് കണക്കാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അന്ന് രാവിലെ ഒരു 6 മണിക്കും 6:30ക്കും ഇടയ്ക്ക് 2-3 പ്രതികൾ ജയിൽ ചാടുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുകയും അതിനാവശ്യമായിട്ടുള്ള നടപടികളെല്ലാം എടുക്കുകയും ചെയ്തിരുന്നു. അവർ അതിൻ്റെ തൊട്ട് തലേ ദിവസം ജയിലിൽ നിന്ന് ഇറങ്ങിയ തടവുകാരുടെ സഹായത്തോടു കൂടി ജയിലിൻ്റെ പുറംമതിലിൽ നിന്ന് അകത്തേക്ക് ഒരു കയർ ഇട്ടുകൊടുത്ത് ആ കയറിൽ പിടിച്ച് പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. സാധാരണ ഈ അൺലോക്കിന് ശേഷം തടവുകാർ എല്ലാവരും പുറത്തിറങ്ങുന്ന സമയം ജയിലൊരു റിലാക്സ്ഡ് ആയിട്ടുള്ളൊരവസ്ഥയാണ്. കാരണം അന്ന് ലോക്കപ്പിന് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് നൈറ്റിലെ ഡ്യൂട്ടിക്കാരെല്ലാം പോവുകയും ഡേ ഡ്യൂട്ടിക്കാർ അകത്ത് വന്ന് തടവുകാരുടെ ചാർജ് ഏറ്റെടുക്കുകയും ചെയ്യുന്നൊരു സമയമാണ്. തടവുകാരുടെ ചാർജ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ
അവർ ജീവനക്കാരെല്ലാം ഒന്ന് റിലാക്സ്ഡ് ആവും. കാരണം ഒരു ജോലി ചെയ്തു, ഇനിയിപ്പോൾ പതുക്കെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയുന്ന ഒരു ലാഘവം ജയിലിനുള്ളിൽ ഫീൽ ചെയ്യും. അങ്ങനെയുള്ള ലാഘവത്തിൻ്റെ ഒരു സമയത്താണ് ഈ എല്ലാ തടവുകാരും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കാൻ തിരഞ്ഞെടുക്കുന്നത് ഈ സമയമാണ്. ഈ സമയത്താണ് എസ്കേപ്പും നടന്നത്. ആ എസ്കേപ്പ് രാവിലെയാണ് നടന്നതെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷണം ആയിട്ട് നമ്മൾ കണ്ടത്, ഈ രാവിലെ ടൂത്ത് പേസ്റ്റും ഉപയോഗിച്ച് പല്ല് തേച്ചതിൻ്റെ ടൂത്ത് പേസ്റ്റ് കുത്തി വെച്ചിരുന്നത് ഈ എസ്കേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കയറിട്ടിരിക്കുന്നതിൻ്റെ സമീപത്താണ്. അപ്പോൾ ആ സമയത്താണ് എസ്കേപ്പ് നടന്നത്. പിന്നീട് ഈ എസ്കേപ്പ് ചെയ്യാൻ 3 പേരാണ് തയ്യാറായത്. പക്ഷേ ഒരാൾക്ക് മാത്രമേ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി സാധിച്ചുള്ളൂ. ബാക്കി 2 പേര് ഇതിനകത്ത് തന്നെ കിടക്കുകയും ചെയ്തു. അപ്പോൾ അവരുടെ സംശയകരമായിട്ടുള്ള നീക്കത്തിൻ്റെ ഒരു ചരിത്രവും അതിൻ്റെ കാര്യങ്ങളും പരിശോധിച്ചപ്പോഴാണ് ഈ 2 പേര് പോയിട്ടില്ല, ഒരാൾ മാത്രമാണ് പോയത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. ആ 2 പേരെ വിശദമായിട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മുമ്പ് ഒരു തലേ ദിവസം ജയിലിൽ നിന്ന് സ്വതന്ത്രനായിട്ടുള്ള തടവുകാരൻ്റെ ഒത്താശയോടുകൂടിയാണ് ഈ കാര്യം നിർവഹിക്കപ്പെട്ടത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. പുറത്ത് പറങ്കിമാവിൻ്റെ തോട്ടമാണ്. ആ പറങ്കിമാവിൻ്റെ തോട്ടത്തിൽ നിന്ന് അകത്തേക്കൊരു കയറ് ഇട്ടിരുന്നു. ആ കയറിൽ പിടിച്ചാണ് ഈ തടവുകാരനൊരാൾ എസ്കേപ്പ് ചെയ്തത്. പക്ഷേ അയാൾ എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ജീവനക്കാരുടെ സാന്നിധ്യവും അവരുടെ മറ്റ് തടവുകാരുടെ സാന്നിധ്യവും ആ ഭാഗത്തുണ്ടായപ്പോൾ മറ്റ് 2 പേര് ആ ശ്രമം ഉപേക്ഷിച്ച് പിൻവാങ്ങുകയാണ് ചെയ്തത്. പിന്നീട് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ആണ് ഈ തടവുകാരനെ, എസ്കേപ്പ് ചെയ്ത തടവുകാരനെ വയനാട്ടിൽ നിന്ന് തിരിച്ച് റീഅറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ജയിലിനുള്ളിൽ പെട്ടെന്ന് അതിൻ്റെ പശ്ചാത്തലം മാറ്റുന്നു, ജയിലിൻ്റെ സ്വഭാവം മാറ്റുന്നു, അതിൻ്റെ റുട്ടീനെ വലിയ രീതിയിൽ കർക്കശ സ്വഭാവങ്ങളുടെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അത് തടവുകാർക്കും അതുപോലെ തന്നെ അന്തേവാസികൾക്കും ഒരുപോലെ സ്ട്രെസ്സും മനോസംഘർഷങ്ങളും സൃഷ്ടിക്കുന്നൊരവസ്ഥയായിട്ട്, ഒരു അടിയന്തര സാഹചര്യമായിട്ട് ജയിൽ മാറുകയും ചെയ്യും. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. 1995 വരെയാണ് ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജോലി ചെയ്തത്. ആ 95-ൽ ഞാൻ ജോലി ചെയ്യുന്നത് വരെയും ഈ സെക്ഷൻ്റെ തന്നെ ചുമതലയിലാണ് ഞാൻ പ്രവർത്തിച്ചത്. ആ സെക്ഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഒരു തടവുകാരൻ്റെ ആത്മഹത്യയാണ്. ആ തടവുകാരൻ ആത്മഹത്യ ചെയ്തത് ജയിലിനുള്ളിലെ ഒരു കിണറിനുള്ളിലേക്ക് കഴുത്തിൽ അയാൾ ഉടുത്തിരുന്ന മുണ്ട് കുടുക്കാക്കി ജയിലിനുള്ളിലെ കിണറിനുള്ളിലേക്ക് ചാടി ആണ് സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒരു ചെറിയ ഇടവേളയിൽ, ഒരു ചെറിയ മറവിൽ, ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടാത്ത ഒരു സമയം തിരഞ്ഞെടുത്ത് തടവുകാരൻ ചെയ്ത ഒരു നടപടിയാണ്. അപ്പോൾ തടവുകാരൻ്റെ ആത്മഹത്യ എന്ന് പറയുന്നതും ജയിലിനുള്ളിൽ സംഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അടിയന്തര സാഹചര്യമാണ്. ആ തടവുകാരൻ ആത്മഹത്യയിലേക്ക് അവനെ നയിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടാവും. അതിൻ്റെ എന്തെങ്കിലുമൊക്കെ സൂചനകൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ജീവനക്കാരൻ്റെ ഉത്തരവാദിത്വവുമാണ്. അപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരു എസ്കേപ്പാണെങ്കിലും ഒരു ആത്മഹത്യയാണെങ്കിലും ജയിലിൻ്റെ സൽപ്പേരിനെയും ഉദ്യോഗസ്ഥരുടെ മനോവീര്യത്തെയും വലിയ രീതിയിൽ ബാധിക്കുന്ന വിഷയമാണ്. റെമിഷൻ സെക്ഷനിൽ ജോലി ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ ഈ കഥകൾ ഒരുപാട് കേൾക്കുകയും ജീവിതങ്ങൾ ഒരുപാട് അറിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് കഥകൾ എനിക്ക് കേൾക്കാൻ ഇടയായിട്ടുണ്ട്. തടവുകാരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, കുടുംബത്തിൽ സംഭവിക്കുന്നത്, ഈ കുറ്റകൃത്യത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, കുറ്റകൃത്യത്തിൻ്റെ യഥാർത്ഥ സംഭവങ്ങൾ, വീട്ടിനുള്ളിൽ അതിനുശേഷം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, വീട്ടിലെ ദാരിദ്ര്യം, മറ്റ് പ്രതിസന്ധികൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കഥകൾ ഇങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോൾ അതിൽ ഒരു തടവുകാരൻ എൻ്റെ അടുക്കൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കഥ ഇങ്ങനെയാണ്. അയാളുടെ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ഈ മകൻ അമ്മയോടൊപ്പം അയാളെ ജയിലിൽ വന്ന് കാണാറുണ്ട്. അയാൾ ജയിലുമായിട്ട് സംസാരിക്കണം. അപ്പോൾ എപ്പോഴൊക്കെയും മകൻ അമ്മയുടെ അടുക്കൽ ഈ കഥകൾ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ വരാത്തത്. അപ്പോൾ അച്ഛൻ വളരെ അകലെയുള്ള ഫാക്ടറിയിൽ ജോലി ചെയ്യുകയാണ്, ആ ജോലി സ്ഥലത്ത് നിന്ന് വരാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നാണ് അമ്മ എപ്പോഴും അച്ഛനെക്കുറിച്ചും മകൻ്റെ അടുക്കൽ പറയുന്നു. അപ്പോൾ ആ മകൻ അമ്മയോടൊപ്പം അച്ഛൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയി അച്ഛനെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അവിടെ കാണുമ്പോൾ
അവിടെയുള്ള സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ട് കുറച്ച് സമയം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെയാണ് സംസാരിക്കാൻ കിട്ടുന്നത്. അപ്പോഴൊക്കെ അച്ഛൻ്റെ വാത്സല്യവും സ്നേഹമൊക്കെ അവൻ അനുഭവിക്കുകയും വലിയ സന്തോഷപൂർവ്വമൊക്കെ തിരിച്ചു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴും അവന് അമ്മയോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അച്ഛൻ്റെ ഫാക്ടറിയുടെ മുമ്പിൽ ഈ കാക്കിയിട്ട പോലീസുകാർ നിൽക്കുന്നത്. പോലീസ് എന്നാണ് അവൻ തിരിച്ചറിയുന്നത്. ആയുധമൊക്കെ ആയിട്ട് ആൾക്കാർ നിൽക്കുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഇത് വലിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു ഫാക്ടറിയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ അതിന് വേണ്ടിയിട്ടുള്ള കാവലെന്നുള്ള രീതിയിലാണ് അവിടെ ചെയ്യുന്നത്. അച്ഛൻ വലിയ ഗൗരവമുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് അവധി കിട്ടാത്തത്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു വിനോദയാത്ര പോവുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മുമ്പിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത്. ആ ദേശീയപാത കടന്നു പോകുമ്പോൾ ആ വിനോദയാത്രാ സംഘത്തിൽ നിന്ന് ഈ കുട്ടി ആവേശപൂർവ്വം പറയുകയാണ് എൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥാപനമാണിത്, എൻ്റെ അച്ഛൻ ഈ ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. ഇതോടുകൂടി മുഴുവൻ കുട്ടികളും ആ ഫാക്ടറിയിലേക്ക് ശ്രദ്ധിക്കുന്നു, ഈ സ്ഥാപനത്തിലേക്ക് നോക്കുന്നു. അധ്യാപിക ചോദിക്കുന്നു ഇത് ഇവിടെയാണോ നിൻ്റെ അച്ഛൻ? അത് എൻ്റെ അച്ഛൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്, ഇവിടെ ഞാൻ എൻ്റെ അച്ഛനെ അമ്മയോടൊപ്പം വന്ന് കണ്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അവൻ വളരെ കുതൂഹലത്തോടു കൂടി പറയുകയാണ്. അതിനുശേഷം തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം സ്കൂളിലേക്ക് മടങ്ങി വന്നതിന് ശേഷം ഈ അധ്യാപിക ഈ കുട്ടിയെയും കുട്ടിയുടെ അമ്മയെയും വിളിച്ചിട്ട് ചോദിക്കുകയും ഈ കഥകളെല്ലാം പറയാൻ ആവശ്യപ്പെടുകയും കുട്ടിയുടെ അച്ഛൻ ജയിലിലാണ് എന്നുള്ള കാര്യം സ്കൂളിലൊക്കെ ഒരു വർത്തമാനമായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ വർത്തമാനമായി തീരുന്നതിൻ്റെ ഒരു ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി അമ്മയെ അവിശ്വസിച്ചു തുടങ്ങുന്നു, അച്ഛനിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഒരു വേദന ഈ അന്തേവാസി എൻ്റെ അടുക്കൽ കണ്ണുനീരോടുകൂടി പറഞ്ഞ ഒരു ഓർമ്മ എനിക്കുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിൽ വളരെ ആദ്യത്തെ സെൻട്രൽ ജയിലാണ്. 1869 അത് പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. അന്ന് കണ്ണൂർ നേരത്തെ ഈ മലബാർ എന്ന് പറയുന്ന ഭാഗം മുഴുവൻ മദ്രാസ് പ്രോവിൻസിൻ്റെ ഭാഗമായതുകൊണ്ട് ബ്രിട്ടീഷുകാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ജോലി നോക്കിയിരുന്ന സ്ഥാപനങ്ങളായിട്ടാണ് അതിനെ നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിപുലമായിട്ടുള്ള രീതികളും അതുപോലെ തന്നെ ക്രമങ്ങളും ഒക്കെ നിലനിന്നിരുന്ന ഒരു ജയിലാണത്. നമുക്ക് തോന്നിക്കഴിയുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു കൊളോണിയൽ രീതികൾ അവിടെ ഉണ്ട്. അതിനുള്ള സമീപത്തായിട്ട് ഇന്നിപ്പോൾ വി.കെ. കൃഷ്ണമേനോൻ്റെ പേരിൽ അറിയപ്പെടുന്ന വനിതാ കോളേജ് പ്രവർത്തിക്കുന്ന ആ സ്ഥാപനവും കെട്ടിടവും അന്ന് സൂപ്രണ്ടിൻ്റെ ക്വാർട്ടേഴ്സായിരുന്നു. അത്ര വിപുലമായിട്ടുള്ള ഒരു യൂറോപ്യൻ കൾച്ചർ നിലനിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിന്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിൽക്കുന്ന സ്ഥലം പഴയ കാട്ടുമാടം മനയുടെ ഭാഗമായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അത് കാരണം അതിനിടയ്ക്ക് ചിറക്കൽ കോവിലകം അതിനോട് അടുത്താണ്, ചിറക്കൽ രാജവംശത്തിൻ്റെ ആസ്ഥാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിറക്കൽ കോവിലകത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ചിരുന്ന ഒരു കുടുംബം കൂടിയാണ് കാട്ടുമാടം എന്നുള്ളതുകൊണ്ട് മാന്ത്രികമായിട്ടുള്ള ചില പാരമ്പര്യങ്ങളുള്ള കുടുംബമായിരുന്നു എന്നുള്ളതുകൊണ്ട് ആ സ്ഥലത്താണ് പിന്നീട് സെൻട്രൽ ജയിൽ സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ജയിലിനുള്ളിൽ വളരെ വൃത്തിയുള്ള ഒരു സാഹചര്യമാണ്. എല്ലാ തടവുകാരും വളരെ നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യുക, സ്ഥലങ്ങൾ കൃത്യമായിട്ട് വൃത്തിയോടുകൂടിയും സൂക്ഷിക്കുക. ജയിലിനുള്ളിലെ കാരണം അതെല്ലാം ഒരു യൂറോപ്യൻ കൊളോണിയൽ ഭരണത്തിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ വളരെയധികം നീറ്റ്നെസ് നിലനിർത്തിയിരുന്ന ഒരു ജയിലായിരുന്നു അത്. തടവുകാർ തമ്മിലുള്ള ഇടപെടലുകളിലും അത്തരം കാര്യങ്ങളിലെല്ലാം ഭംഗിയായിട്ടായിരുന്നു നടന്നിരുന്നത്. പ്രധാനപ്പെട്ടൊരു കാര്യം, തടവുകാർക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പം ബീഡി, സിഗരറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ജയിലിനുള്ളിൽ തന്നെ വാങ്ങിക്കുകയും ജയിലിൽ വരുന്ന സന്ദർശകർക്ക് അത് നൽകുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ജയിലിനുള്ളിലൊരു ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നുണ്ട്, തടവുകാരുടെ പ്രിസണേഴ്സ് ക്യാൻറ്റീൻ ആണ്. അതിനകത്ത് അത്യാവശ്യത്തിനുള്ള ചില ഈറ്ററീസൊക്കെ, പ്രത്യേകിച്ച് ചിപ്സ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മുറുക്ക് പോലെയുള്ള ചില ബിസ്ക്കറ്റ്, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിനോടൊപ്പം എഴുതാനുള്ള ബുക്കുകൾ, പേന, പോസ്റ്റ് കാർഡ്, ഇല്ലൻ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നത്. ആ ക്യാൻറ്റീനിൽ ബീഡിയും കിട്ടും. അപ്പോൾ ബീഡിയാണ് ജയിലിനുള്ളിലൊരു കറൻസിയായിട്ട് പ്രവർത്തിക്കുന്നത് ബീഡിയാണ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രതിഫലം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു തടവുകാരൻ മറ്റൊരു തടവുകാരന് എന്തെങ്കിലും ഒരു ഫേവർ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സേവനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രതിഫലമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ബീഡിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ജയിൽ പെറ്റീഷൻ എഴുതുന്നു, ജയിലിൽ നിന്ന് തടവുകാരൻ അയക്കുന്നൊരു അപേക്ഷ.
അപേക്ഷ ചിലപ്പോൾ തയ്യാറാക്കാൻ തടവുകാർക്ക് അറിഞ്ഞുകൂടായിരിക്കും. അപ്പോൾ ഇങ്ങനെ അപേക്ഷ എഴുതുന്ന ശീലമുള്ള ഒരാൾക്ക്, അറിയാവുന്ന ഒരാൾ അത് എഴുതി കൊടുക്കുമ്പോൾ അതിന് പ്രതിഫലമായിട്ട് ബീഡിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിന് ഇത്ര ബീഡി കെട്ട് ആയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചിലർ സ്വയം വസ്ത്രം അലക്കാൻ വേണ്ടിയിട്ട് കഴിവില്ലാത്ത ആൾക്കാരോ അല്ലെങ്കിൽ അതിന് താല്പര്യമില്ലാത്തവരോ ആവും. അവരത് ആ ജോലി ഒരാളിന് വേണ്ടിയിട്ട് മറ്റൊരാളിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയും പ്രതിഫലമായിട്ട് നൽകുന്നത് ബീഡിയാണ്. ബീഡിക്ക് വലിയ വിലയാണ്. ഒരു 15-20 ബീഡികളടങ്ങുന്ന ഒരു കെട്ട്, ഒരു വലിയ നോട്ട് കെട്ട് പോലെ ജയിലിനുള്ളിൽ വിനിമയത്തിനുള്ള ഒരു കറൻസി ആയിട്ട് പ്രവർത്തിക്കാറുണ്ടായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ തടവുകാരുടെ കയ്യിൽ ഈ ബീഡി, ഈ കറൻസി അവർ വലിയ രീതിയിൽ സംഭരിച്ചു വെക്കുകയും ചെയ്യുമായിരുന്നു. അത് അങ്ങനെ വാങ്ങിക്കാൻ ശേഷിയുള്ള തടവുകാർക്ക് ജയിലിനുള്ളിൽ പല കാര്യങ്ങളും നടത്താൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. മറ്റുള്ളവരുടെ സേവനം തേടാൻ വേണ്ടിയിട്ട് കഴിയുമായിരുന്നു. ഭക്ഷണം, അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ ഡയറ്റ് പോലെയുള്ള ഡയറ്റുകളുണ്ട്. അതിനകത്ത് ഏത്തപ്പഴം, അതുപോലെ തന്നെ മുട്ട, പാല് എന്നിവ അടങ്ങുന്നതാണ്. അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. പക്ഷേ ചില തടവുകാർ ഇങ്ങനെ ഡോക്ടർ എഴുതുന്ന ഈ ഡയറ്റ് മറ്റ് തടവുകാർക്ക് മറിച്ചു കൊടുത്ത് അതിൽ നിന്ന് ബീഡി സമ്പാദിക്കുന്ന ഒരു രീതിയൊക്കെ ജയിലിനുള്ളിൽ ഒരു അനധികൃതമായിട്ട് തന്നെ നിലനിന്നിരുന്നു. അപ്പോൾ ആ തരത്തിലേക്ക് തടവുകാരുടെ കൈവശം ഉള്ള ഒരു സമ്പത്തായിട്ട് പലപ്പോഴും ബീഡി പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ തടവുകാരും, മിക്കവാറുമുള്ള തടവുകാരെല്ലാം ബീഡി ഉപയോഗിക്കുന്ന ആൾക്കാരോ പുകവലി ശീലമുള്ളവരോ ആയിരുന്നു. ബീഡി വലിക്കാത്തവർക്ക് ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിലേക്കൊക്കെ ഈ ബീഡിയുടെ ഉപയോഗവും അതിൻ്റെ വിപണനവും അതിൻ്റെ വിനിമയവും ഒക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നൊരു ഘട്ടവും ഉണ്ടായിട്ടുണ്ട്. പുറത്തുനിന്ന് അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും വരുമ്പോൾ ബന്ധുക്കൾ കൊണ്ടുവരുന്ന സാധനങ്ങളിൽ തടവുകാരന് നൽകാൻ വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങളിൽ ഏറ്റവും പ്രധാനമെന്ന് ബീഡിയായിരുന്നു. ഒരു ബണ്ടിൽ ബീഡി അല്ലെങ്കിൽ ഹാഫ് ബണ്ടിൽ ബീഡി ഒക്കെ ആയിട്ട് ആണ് ഒരു ഭേദപ്പെട്ട, അല്ലെങ്കിലും ഒരു തടവുകാരൻ പ്രധാനമായിട്ട് അയാളുടെ ബന്ധുക്കൾ കാണാൻ വരുമ്പോൾ അവരോട് ആവശ്യപ്പെടുന്നതും ബീഡി വാങ്ങി തരണം എന്നാണ്. അപ്പോൾ അങ്ങനെ ബീഡി എന്നുള്ളത് ബന്ധുക്കൾക്ക് വരുമ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും, ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കും. അവർ കേസിന് പോയിട്ട് വരുമ്പോഴത്തേക്ക് ബീഡി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഗേറ്റിനുള്ളിലൂടെ അകത്തേക്ക് പ്രവേശിപ്പിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള രീതികൾ ആ സമയത്തുണ്ടായിരുന്നു. അയാളെപ്പോഴും തന്നെ ആരോ പിന്തുടരുന്നുണ്ട് എന്ന് നിരന്തരമായിട്ട് ഭയക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ അയാളെ കാണുന്നത്. അതുപോലെ തന്നെ അയാൾ എല്ലാ ആൾക്കാരും, അയാളുടെ ചുറ്റും നിൽക്കുന്ന ഉദ്യോഗസ്ഥർ, മറ്റ് സഹതടവുകാർ, അയാളെ കാണാൻ വരുന്ന അയാളുടെ ഭാര്യ, അയാളുടെ മകൻ, ഇവരൊക്കെയും ഓരോ പ്രശ്നങ്ങളുമായിട്ടാണ് വരുന്നത്. അയാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അയാളെ സമീപിക്കുന്നത് എന്ന ഓരോരുത്തരും വിലയും അയാൾ സംശയത്തോടു കൂടി കാണുന്നൊരു സാഹചര്യത്തിലാണ് ഞാൻ അയാളെ വീണ്ടും കണ്ടുമുട്ടുന്നത്. ഞാൻ ഭയന്നത് അയാൾ ജയിലിനുള്ളിൽ ആത്മഹത്യയ്ക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു.